അപരൻ വിനയായി സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ മുഖവുമായി സാദൃശ്യം. ഇപ്പോൾ പുറത്തിറങ്ങാനാകാതെ യുവാവ്. കോഴിക്കോട് വളയം കല്ലുനിര സ്വദേശിയായ ഉള്ളിയേരിക്കുഴിയിൽ ആദർശിന്റെ മുഖവുമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച മോഷ്ടാവിന്റെ മുഖവുമായി സാമ്യത വന്നതാണ് പ്രശ്നമായത്. സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ മുഖവുമായി സാദൃശ്യമുള്ളതുകൊണ്ട് മാത്രം പുറത്തിറങ്ങാനാവാതെ കഴിയുകയാണ് വടകര സ്വദേശി ആദർശ്. കഴിഞ്ഞ ദിവസമാണ് മാഹിയിലെ ബാറിൽ വെച്ച് ഒരാളുടെ ഹെൽമറ്റ് മോഷണം പോയത്. ഹെൽമറ്റ് നഷ്ടപ്പെട്ടയാൾ ബാറിൽ ചെന്ന് മാനേജ്മെന്റിനോട് സംഭവം പറഞ്ഞതോടെ സിസിടിവി ക്യാമറ പരിശോധിക്കുകയും ബാറിൽ നിന്നിറങ്ങി വന്ന 2 യുവാക്കളിൽ ഒരാൾ ഹെൽമറ്റ് മോഷ്ടിക്കുന്നത് ക്യാമറയിൽ പതിയുകയുമുണ്ടായി. ഈ ദൃശ്യങ്ങൾ യുവാവ് മൊബൈൽ പകർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളും ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ മുഖവും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വളയം കല്ലുനിര സ്വദേശിയായ ഉള്ളിയേരിക്കുഴിയിൽ ആദർശിന്റെ മുഖവുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച മോഷ്ടാവിന്റെ മുഖത്തിന് സാമ്യത വന്നതാണ് പ്രശ്നമായത്. ഹെൽമെറ്റ് എടുത്ത് പോയ ചങ്ങ എന്നെ വിളിക്കുന്നത് 3 മണിയേറെ എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ ഹെൽമെറ്റ് ഞാൻ എടുത്ത് പോയതാണ്. അവിടെ നിന്ന് മാഹി ബാറിൽ നിന്നാണ് മോഷണം പോയത്. ഇനി എടുത്തിനാന്ന് ചോദിച്ചു. ഞാൻ എടുത്തില്ല മുട്ടേ, ഞാൻ ബാറിൽ പോക്കില്ല, മദ്യം വെക്കുന്ന ഒരാളുമല്ല. അപ്പോഴാണ് പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ നാട്ടിലെല്ലാവർക്കും ഇത് തിരിഞ്ഞ് കുറേ ദൂരം വായിക്കുന്ന ആൾക്കാരെല്ലാം എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഈ ഹെൽമെറ്റ് എടുത്ത ആരാണെങ്കിലും ഒന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കാരണം ഞാൻ അത്രയും പ്രയാസം അനുഭവിച്ചു ഒരാഴ്ചത്തോളം. കേടുന്നല്ല വിളി വന്നത് എന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കാത്ത ആൾക്കാരുടെ മനസ്സിൽ ഞാൻ തന്നെയാണ് കുറ്റക്കാരെന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. എൻ്റെ കമ്പനിക്കാർക്കൊക്കെ അറിയാം ഞാനെല്ലാം എടുത്തത്. ബാറിലെ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ആദർശിന്റെ പരിചയക്കാരും ബന്ധുക്കളും പിടിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഫോൺ വിളി ശല്യമായതോടെ ആദർശ് വളയം പോലീസിലെത്തി തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും പലരും ഹെൽമെറ്റിനെ കുറിച്ച് ചോദിക്കുന്നത് ആദർശിന് തലവേദനയായി മാറിയിരിക്കുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.